PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ICDS സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് 21/2/2025 നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 24ാമത്തെ ചോദ്യം മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. മുന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻപത്തെ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 25ാമത്തെ ചോദ്യം. സോറി 24ാമത്തെ ചോദ്യം. To advise the President on Indian matters relating to the disqualifications of the members of Parliament. Which of the statements given above are correct? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക. 2. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. Question number 24. Consider the following statements with regard to the duties of Election Commission of India to prepare electoral rolls, to notify the dates and schedules of elections, to grant recognition to political parties, to advise the President on matters relating to the disqualifications of the members of Parliament. Options 1, 2 and 3. Option B 2, 3 and 4. Option C 2, 3, 4 only. Option C 1, 3 and 4. Option D all of the above are correct. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം ഒന്നുകൂടി. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. ഇവയെല്ലാം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 25. Where is India ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനോഗ്രേറ്റഡ് ഇൻ 2024? 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻസ് ഹൈദരാബാദ്, ന്യൂഡൽഹി, പൂനെ, ഭോപ്പാൽ. ഓപ്ഷൻ സി പൂനെ ആണ് ഉത്തരം. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ സി പൂനെയിലാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 26. Consider the following statements with regard to the responsible tourism project in Kerala. The responsible tourism project was launched in Kerala in 2008. Responsible tourism aspires to foster better economic benefits and well-being of local people and communities. This project focuses on the three aspects: social, environmental and economic. Option 4th statement. In 2013, the responsible tourism project of Kumaragam received the Ulysses Award. Which of the statements given above are correct? ഓപ്ഷൻസ്. ചോദ്യം കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ 1, 2, 3. ഓപ്ഷൻ 1, 2, 4. ഓപ്ഷൻ 1, 3, 4. 1, 3, 4 മാത്രം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആർ കറക്റ്റ്. ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഏതാണ്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്
കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്, അതായത് 4 ഓപ്ഷൻസും ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി എന്ന് എഴുതിയിട്ട് ഈ 4 ഓപ്ഷൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് എന്നാണ്. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. എന്തൊക്കെ 3 കാര്യങ്ങൾക്കാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നത്? സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. ഏത് വർഷത്തിലാണ് കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചത്? അല്ലെങ്കിൽ എന്ത് അവാർഡാണ് 2013 ലഭിച്ചത്? 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെ പറ്റിയുള്ള പ്രസ്താവനകളാണ്. 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. 27ാമത്തെ ചോദ്യം, ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, വി ഗീത, ജസ്റ്റിസ് എം പരീത് പിള്ള, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ഓപ്ഷൻ എ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. ശ്രദ്ധിക്കുക, ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. ഇങ്ങനത്തെ എല്ലാം നന്നായി ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. 2024 ആണ്. ശ്രദ്ധിക്കുക. Question number 28. Consider the following statements with regard to the Kerala model of development. Kerala model as set of high material quality of life indicators coinciding with the low per capita incomes. Amartya Sen and Jean Durrance have long championed Kerala's development experience in their numerous works. John Ratcliffe showed that the causative factor underlying Kerala's social achievements was social justice. The main criticism is that Kerala model has not created enough jobs, leading many people to work abroad. In which of the statements given above are correct? Which of the statements given is above are correct? കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശ്രദ്ധിക്കുക, കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് പറയുന്നത്. നോട്ട് ചെയ്ത് പഠിക്കുക. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചികകളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ ട്രീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. അമർത്യ സെന്നും ജീൻ ട്രീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് ചോദിച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. 1, 2, 3, 1, 2, 4, 1, 3, 4 എന്നൊക്കെ തന്നിട്ടുണ്ട്. 1, 3, 4 മാത്രം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഉത്തരം ഓൾ ഓഫ് ദ എബവ് ആർ കറക്റ്റ് എന്നാണ്. മുകളിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നവയെല്ലാം ശരിയാണ്. എല്ലാതും നോട്ട് ചെയ്ത് പഠിക്കുക. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.